നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, മന്ത്രി വന്നാലും മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന്. അതായത് മന്ത്രി വന്നാൽ കോഴിയെ കറി വെക്കുകയോ ഫ്രൈ ആക്കുകയോ ചെയ്യും. മന്ത്രവാദി വന്നാൽ കഴുത്തറത്ത് ചോര ചീറ്റിച്ച് ബലി കൊടുക്കും. രണ്ടായാലും കോഴി ചാകും. ഏതാണ്ട് ഇതേ സ്ഥിതിയിൽ CPMനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്ന ടെലിവിഷൻ ചർച്ചകൾ കേരളത്തിന് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്നൊരു ചർച്ചയുണ്ട് റിപ്പോർട്ടർ TV-യിൽ. അതിന് ചെന്ന് തല വെച്ച് കൊടുക്കുന്ന CPM നേതാക്കളുടെ ഗതികേടാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഗതികേട്. വാർത്തകളുടെ അകവും പുറവും പരിശോധിക്കുന്ന, അരികും ആഴവും പരിശോധിക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആത്മവിശ്വാസത്തിൻ്റെ കണക്കിൽ 80-ൽ നിന്ന് താഴെ പോകുന്നില്ല UDF-ഉം LDF-ഉം. മുഖ്യമന്ത്രി ചർച്ചകൾ വരെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് വരികളും സ്മൃതി പരുത്തിക്കാടിൻ്റെ ഇൻട്രോയിലുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഭരിക്കുന്ന പാർട്ടിയെ ഒന്നാമതായി പറയുക എന്നത് ജേർണലിസത്തിൽ പ്രാഥമികമായി നമ്മൾ ചെയ്തു പോരുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ UDF-ന് ശേഷമാണ് സ്മൃതി LDF-നെ കുറിച്ച് പറയുന്നത്. അതായത് ആ ഇൻട്രോ സ്മൃതിയുടെ രാഷ്ട്രീയം തുടക്കത്തിലെ വെളിപ്പെടുത്തുന്ന ഒന്നായി മാത്രമേ കാണാൻ കഴിയൂ. മറ്റേതെങ്കിലും ജേർണലിസ്റ്റാണ് ആ ഇൻട്രോ തയ്യാറാക്കിയതെങ്കിൽ അയാൾ വലതുപക്ഷക്കാരനായിരിക്കും, അല്ലെങ്കിൽ സ്മൃതിയുടെ ടേസ്റ്റ് കൃത്യമായി അറിയാവുന്ന ഒരാളായിരിക്കും. ഇനിയുള്ള വാചകമാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ ഒന്നുണ്ട്, അരക്ഷിതരെന്ന് കരുതിയവർ ആഞ്ഞു കുത്തിയിട്ടുണ്ട്, ഒരുമിച്ചെത്തി തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് വാചകങ്ങളിൽ സ്മൃതിയുടെ ഉള്ളിലിരിപ്പ് കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇടത് സർക്കാരിൻ്റെ കാലത്ത് അരക്ഷിതരുണ്ടെന്ന് സ്മൃതി ഉറപ്പിക്കുകയാണ്. അവർ ഒരുമിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നത് വലതുപക്ഷത്തിനു വേണ്ടി തയ്യാറാക്കിയ വാചകമാണെന്ന് വ്യക്തം. എവിടെയൊക്കെയോ പോളറൈസേഷൻ നടന്നുവെന്ന് ഉറപ്പിക്കാം. പക്ഷെ ഒന്നുണ്ട്, അരക്ഷിതരെന്ന് തോന്നിയവർ ആഞ്ഞു കുത്തിയിട്ടുണ്ട്, ഒരുമിച്ചെത്തി തീരുമാനിച്ചിട്ടുണ്ട്. വോട്ട് എങ്ങോട്ടെന്ന് അതറിയാൻ ഇനിയും കാക്കണം 22 ദിവസം. കൂട്ടിക്കിഴിച്ച് കണക്കെത്ര എന്നതാണ് ചോദ്യം. കൂട്ടിക്കിഴിച്ച് കണക്കെത്ര എന്നതാണ് ചോദ്യമെങ്കിലും ഏതാണ്ട് 3/4 മണിക്കൂറിലേറെ നീളുന്ന ചർച്ച പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു. CPMനെ പ്രതിനിധീകരിച്ച് KT കുഞ്ഞിക്കണ്ണനുണ്ട്, കോൺഗ്രസിന് വേണ്ടി അനിൽ ബോസ് ഉണ്ട്. രാഷ്ട്രീയ നിരീക്ഷക വേഷത്തിൽ ആദ്യ ഊഴത്തിൽ കോൺഗ്രസിന് വേണ്ടിയും രണ്ടാം ഊഴത്തിൽ BJPക്ക് വേണ്ടിയും സംസാരിക്കാൻ മാധ്യമപ്രവർത്തകനായ NB ചെക്കുട്ടിയുമുണ്ട്. എന്താണ് അവസാന കണക്ക് എന്ന സ്മൃതിയുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് KT കുഞ്ഞിക്കണ്ണൻ ചർച്ച ആരംഭിച്ചത് തന്നെ. ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന് KT ആദ്യമേ പറയുന്നു. കേരളം കഴിഞ്ഞ 10 കൊല്ലക്കാലമായി വളരെ സുദൃഢമായി സ്ഥാപനവൽക്കരിച്ചു കഴിഞ്ഞ ഒരു സംവിധാനമാക്കി കഴിഞ്ഞ ക്ഷേമ പദ്ധതികളെയും വികസനത്തെയും നിലനിർത്തണം എന്ന ആഗ്രഹത്തോടെയാണ് വോട്ടർമാർ ആവേശത്തോടെ എത്തിയതെന്ന് സംശയമേതുമില്ലാതെ പറയാൻ ഇടതു പ്രതിനിധിക്ക് കഴിയുന്നു. കേരളം അതിൻ്റെ വസ്തുനിഷ്ഠമായ സാമൂഹിക വികാസത്തിൻ്റെ ചരിത്രത്തിൽ ഉറപ്പിച്ചെടുത്തിട്ടുള്ള ഇന്നത്തെ നിയോ ലിബറൽ നയങ്ങളോട് എതിർത്തുകൊണ്ട് ക്ഷേമത്തിലൂന്നിയുള്ള സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും പരിശോധിച്ചാൽ ആരാണ് അത് നിലനിർത്തുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നും KT കുഞ്ഞിക്കണ്ണൻ പറയുന്നു. സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു നിയോ ലിബറൽ, ഒരു ബൂർഷാ ഭരണകൂട വ്യവസ്ഥക്കകത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റവും ജനോപകാരപ്രദവും ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ നയങ്ങൾ രൂപപ്പെടുത്തി നടപ്പാക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോട്, അതിൻ്റെ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നിരന്തരമായ നിഷേധാത്മകമായ സമീപനങ്ങളോട് സമരം നടത്തിക്കൊണ്ടാണ് ഇത് നടത്തുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിവിടെ ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതായി എന്ന് പറയുന്നില്ല. ഇതോടെ കഥ മാറി, സ്മൃതിയുടെ ചോദ്യവും മാറി. മറ്റു തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയൻ്റെ മുഖം മാത്രം മുന്നോട്ട് വെച്ചു എന്നതാണ് സ്മൃതിയുടെ പരാതി. അത് പോസ്റ്ററായാലും ഹോർഡിംഗ് ആയാലും വാർത്താ സമ്മേളനമായാലും പിണറായിയിൽ മാത്രം കേന്ദ്രീകരിച്ചില്ലേ എന്ന ചോദ്യം ചർച്ചയുടെ ഭാഗമായിരുന്നോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പിണറായി ആരാണെന്നും എന്തുകൊണ്ട് പിണറായിയുടെ മുഖം എന്നതും വളരെ കൃത്യമായി KT കുഞ്ഞിക്കണ്ണൻ വിശദീകരിക്കുന്നു. ഇടയ്ക്ക് സ്മൃതി ചാടിക്കയറി ഇടപെടുന്നു. ഇടതുമുന്നണിയാണെങ്കിൽ ബാക്കിയുള്ളവർ എവിടെയെന്നാണ് ചോദ്യം. അതായത് ആദ്യം ചോദിച്ച ചോദ്യം സ്മൃതി ആവർത്തിക്കുന്നു എന്ന് മാത്രം. കിട്ടിയ ഉത്തരം പോരാ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. ഒരിക്കൽ കൂടി KT കുഞ്ഞിക്കണ്ണൻ കൃത്യമായ ഉത്തരം കൊടുത്തിട്ടും സ്മൃതിക്ക് അത്രയ്ക്കങ്ങോട്ട് തൃപ്തിയായില്ല. ചെന്നൈയിൽ സ്റ്റാലിൻ്റെ ചിത്രമാണല്ലോ എന്ന് പറയാൻ KT ശ്രമിച്ചിട്ടും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതുമില്ല.
അടുത്ത രംഗമാണ് ഈ നാടകത്തിൻ്റെ, ക്ഷമിക്കണം, ഈ ചർച്ചയുടെ ഹൈലൈറ്റ്. ചോദ്യം അനിൽ ബോസിനോടായിരുന്നു. മറുപടിയാണ് രസകരം. സ്മൃതിയോട് ഒരു പിടി ചോദ്യങ്ങളായിരുന്നു അനിൽ ബോസിൻ്റെ ഉത്തരം. രണ്ടാമതായി അനിൽ ബോസ് കടക്കുന്നത് നേരെ പിണറായി വിജയനിലേക്കാണ്. ശ്രദ്ധിക്കണം, ചർച്ചയുടെ ചോദ്യം കൂട്ടിക്കിടിച്ച് കണക്കത്ര എന്നതാണ്. പക്ഷേ അനിൽ ബോസിൻ്റെ വണ്ടിയും പിണറായിയുടെ നെഞ്ചത്തേക്കാണ്. നേരത്തെ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പ്രസ്ഥാനവൽക്കരിച്ചു എന്ന വാക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു അനിൽ ബോസിൻ്റെ പിണറായി വധത്തിനുള്ള കോപ്പുകൂട്ടൽ. ശരിയാണ്, CPM ഒരു സ്വകാര്യ സ്ഥാപനം എന്ന നിലയിൽ പ്രസ്ഥാനവൽക്കരിച്ചു എന്നാണ് അനിൽ ബോസിൻ്റെ ഒരു സുപ്രധാന വാചകം. സത്യത്തിൽ പ്രസ്ഥാനവൽക്കരിച്ചു എന്നതിൻ്റെ ശരിയായ അർത്ഥം അനിൽ ബോസിന് മനസ്സിലായില്ല എന്നതാണ് നേര്. വികസനവും ക്ഷേമവും അടക്കം ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട സർക്കാർ നവകേരള മോഡലിനെ സ്ഥാപനവൽക്കരിച്ചു എന്നാണ് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. പോത്തിനെന്ത് ഏത്തവാഴ എന്ന നിലയ്ക്കാണ് അനിൽ ബോസിൻ്റെ മറുപടിയും തുടർന്നുള്ള മുന്നേറ്റവും. കേരളത്തിലെ ജനങ്ങൾ അതീവ ദുരിതത്തിലാണെന്നാണ് അനിൽ ബോസിൻ്റെ പ്രധാന കണ്ടെത്തൽ. ജനങ്ങൾ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്നതിന് ഉദാഹരണമായി പറഞ്ഞത് G. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം. സ്മൃതി ഒരു സെക്കൻഡ്. ഞാൻ തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. വോട്ടെണ്ണട്ടെ, പെട്ടി പൊട്ടട്ടെ, അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് G. സുധാകരനെ പോലെ, ഐഷ പോറ്റിയെ പോലെ, TK ഗോവിന്ദനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ ആളുകൾ അഴിമതിക്കാരും CPM-ന് അനഭിമതരും അവർ കൊള്ളുകേലാത്തവരുമാണെന്ന് ഇദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിനെ കേരളത്തിലെ പൊതുസമൂഹം സഹിക്കുമെന്ന് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പോലും ചർച്ചയിൽ വന്നിരുന്ന് പറയണമെങ്കിൽ അതിന് പിണറായി വിജയന് പോലും ധൈര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നമുക്ക് മാറിയും കയറിയും പറയാം. സ്മൃതി, ഫലം വരട്ടെ. നമ്മളിപ്പം വാദപ്രതിവാദം ഒന്നും വെക്കേണ്ട. ഫലം വരട്ടെ, ഗവൺമെന്റ് ഉണ്ടാകുമെന്നത് നമുക്ക് നോക്കാം. എത്ര പേര് വരും, എത്ര പേര് ജയിച്ചു വരുന്നു. ഞാൻ പറഞ്ഞത് CPM-ന്റെ അപജയത്തെ ചൂണ്ടിക്കാണിച്ച് അതിൽ പോയവരെല്ലാം കുഴപ്പക്കാരും കുലംകുത്തികളുമെന്ന് ചിത്രീകരിച്ച് കൊല്ലാഞ്ഞത് ഭാഗ്യം. പഴയകാല അനുഭവം വെച്ചാണെങ്കിൽ കൊല്ലും. അങ്ങനെ കൊല്ലാഞ്ഞത് അവരുടെ ഭാഗ്യം, അവരുടെ കുടുംബങ്ങളുടെ ഭാഗ്യം. അടുത്ത ചോദ്യം രാഷ്ട്രീയ നിരീക്ഷക വേഷത്തിലെത്തിയ NB ചെക്കുട്ടിയോടായിരുന്നു. ശ്രദ്ധിക്കുക, കൂട്ടിക്കിടിച്ച് കണക്കെത്ര എന്ന ചോദ്യമാണ് ചർച്ചയുടേതെങ്കിലും സ്മൃതിക്ക് ചോദിക്കാനുള്ളത് നാടെങ്ങും പിണറായിയുടെ മുഖം മാത്രമല്ലേ കണ്ടുള്ളൂ എന്നതായിരുന്നു. CPM-നെ എക്കാലത്തും പിന്തുണച്ചിട്ടുള്ള ചില പ്രമുഖർ പോലും ഈ ഒറ്റ മുഖത്തെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ശരിയായ കാര്യമായില്ല എന്ന് സ്മൃതി ചോദ്യത്തിനിടെ ചൂണ്ടിക്കാട്ടുന്നു. ചെക്കുട്ടിയുടെ മറുപടി, എൻ്റെ പൊന്നോ പെറ്റ തള്ള സഹിക്കൂല, എന്തൊക്കെ വിഡിത്തമാണ് വെച്ചു കാച്ചുന്നത്. ചെക്കുട്ടിയുടെ ഒരു പ്രധാന വാചകം ചൂണ്ടിക്കാണിക്കാം. 81 വയസ്സുള്ള ഒരു മനുഷ്യൻ നാടാകെ, വീടാകെ, TV-യിലാകെ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളെ ഭരിക്കാൻ ഞാനല്ലാതെ വേറെ ആരെന്ന് ചോദിക്കുകയാണ്. അഹങ്കാരമല്ല ഇത്? എങ്ങനെയുണ്ട് ചെക്കുട്ടിയുടെ വാദം? 2006 മെയ് 18 കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ VS അച്യുതാനന്ദന് 83 വയസ്സായിരുന്നു പ്രായമെന്ന കാര്യം പഴയ സിൻഡിക്കേറ്റുകാരൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. അൺപാർലമെന്ററിയായ ചില വാക്കുകൾ പോലും പറയാൻ തോന്നുന്നു എന്നാണ് ചെക്കുട്ടിയുടെ കലിപ്പൻ മറുപടി. എന്തിനു മാറണമെന്ന് വെച്ചാൽ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? 81 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ നാട്ടിലെങ്ങും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റോഡാകെ, നാടാകെ, വീടാകെ, TV ആകെ, പോസ്റ്ററാകെ എല്ലാം നിങ്ങളെ ഭരിക്കാൻ ഞാനല്ലാതെ വേറെ ആര്? ഇതൊക്കെ അഹങ്കാരമല്ലേ സത്യത്തിൽ? KT കുഞ്ഞിക്കണ്ണനോടുള്ള അടുത്ത ചോദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉന്നയിച്ചുകൊണ്ടുള്ളതാണ്. നിങ്ങൾക്കൊപ്പമുള്ളവർ പോലും പറയുന്നത് ഇതാണെന്നും ആളെ താൻ പറയുന്നില്ല എന്നും വ്യക്തമാക്കി സ്മൃതി അത് വായിക്കുന്നു. LDF ക്യാമ്പുകളിൽ ആശങ്കയുണ്ട്. UDF ക്യാമ്പിൽ അത്ര യുക്തിസഹമല്ലാത്ത ആത്മവിശ്വാസവുമുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് മോശമായിരുന്നെങ്കിലും LDF-ന് വലിയ വിജയസാധ്യത ഉറപ്പിക്കാമായിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റാരെയെങ്കിലും ഉയർത്തിക്കാട്ടിയിരുന്നുവെങ്കിൽ. ഈ പോസ്റ്റ് മാധ്യമപ്രവർത്തകയായ KK ഷാഹിനയുടേതാണ്. KK ഷാഹിനയൊക്കെ ഇടതുപക്ഷമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇടതുപക്ഷക്കാരനെ മടല് വെട്ടിയടിക്കും. എന്തായാലും KT കുഞ്ഞിക്കണ്ണൻ ഇക്കാര്യത്തിലും തെറ്റാതെ മറുപടി കൊടുത്തു. രാഷ്ട്രീയം പറയുമ്പോൾ എന്തിന് നിങ്ങൾ മുഖം തിരിക്കുന്നുവെന്ന് സ്മൃതി മറുചോദ്യം ഉന്നയിക്കുന്നു. ഇന്നത്തെ നിയോ ലിബറൽ ലോകക്രമത്തിനകത്ത് ഒരു സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര നയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ നയങ്ങൾക്ക് ബദലായി ക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയുമായ പദ്ധതികൾ രൂപപ്പെടുത്തുന്നുവെന്ന് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു വരുമ്പോൾ സ്മൃതി പൊടുന്നനെ ഇടയ്ക്ക് കയറുന്നു. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടി വന്ന സർക്കാരാണ് ഇതെന്ന് KT മറുപടി പറയുമ്പോൾ കേന്ദ്രവുമായി
അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായോ എന്നാണ് സ്മൃതിയുടെ മറുചോദ്യം. പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി സൗഹൃദത്തിലാണല്ലോ എന്ന ചോദ്യത്തിന് സ്മൃതിയുടെ കോൺഗ്രസ് പക്ഷപാതിത്വം KT തുറന്നു കാണിക്കുന്നു. സ്മൃതി അസ്വസ്ഥയാകുന്നു. KT കുഞ്ഞിക്കണ്ണൻ തുടരുന്നു. സ്മൃതിയെ ഈ ചർച്ചയിൽ കേരളത്തിലെ പ്രേക്ഷകർ വ്യൂസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇരകളുണ്ടല്ലോ, നിങ്ങളുടെ ഇരകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? സ്മൃതി ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാട് എന്താണെന്ന് ആർക്കാണ് അറിയാത്തത്? അത് പൊളിറ്റിക്കലാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലക്ക് സ്മൃതിക്ക് അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ നിലപാട് സ്വീകരിക്കുന്നതിൽ ഞാൻ കുറ്റപ്പെടുന്നില്ല. സ്മൃതിക്ക് സ്മൃതിയുടെ അഭിപ്രായം. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമയമില്ലാത്ത സമയത്ത് 1 മണിക്കൂർ കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്നെ പറയാൻ ഒരു സാമാന്യമായ ജനാധിപത്യ മര്യാദയാണ്. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് സ്മൃതി എന്താണ് ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ നാക്ക് കയറരുത്. അങ്ങനെ കയറിയാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ പറയാൻ സമയം തരണമല്ലോ. സ്മൃതി ഇവിടെ അനിൽ ബോസ് സംസാരിച്ചല്ലോ, സ്മൃതി മിണ്ടിയില്ലല്ലോ. ഇവിടെ ചേക്കുട്ടി സംസാരിച്ചല്ലോ, സ്മൃതി മിണ്ടിയോ? അവർക്ക് ഇഷ്ടം പോലെ സുഗമമായി സംസാരിക്കാൻ അവരുടെ വാദങ്ങൾക്ക് ഒരു തടസ്സവും സ്മൃതി സൃഷ്ടിച്ചില്ലല്ലോ. ഈ കണ്ടതിന്റെ മറ്റൊരു രൂപം PM മാർഷോ പങ്കെടുത്ത കഴിഞ്ഞ ആഴ്ചയിലെ ചർച്ചയിലും കാണാൻ കഴിഞ്ഞിരുന്നു. നിങ്ങൾക്കൊക്കെയും ഓർമ്മയുണ്ടാകും ആർഷോ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ ചർച്ച. അനിൽ ബോസിനോടുള്ള അടുത്ത ചോദ്യം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കത്തെ സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ മറുപടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിനായിരുന്നു എന്ന് മാത്രം. നവലിബറൽ എന്ന മനുഷ്യനെ മനസ്സിലാകാത്ത കാര്യമാണ് KT പറയുന്നതെന്നായിരുന്നു അനിൽ ബോസിൻ്റെ വാദം. മനസ്സിലാകില്ല. അനിൽ ബോസിനെന്നല്ല, രാഹുൽ ഗാന്ധിക്കും മനസ്സിലാകില്ല. കാരണം നിയോ ലിബറൽ നയങ്ങൾ നടപ്പാക്കിയവർക്ക് അത് മനസ്സിലാകാൻ ഒരു സാധ്യതയുമില്ലല്ലോ. മനുഷ്യർക്ക് പക്ഷേ ഇതൊക്കെ മനസ്സിലാകും. അനിൽ ബോസിന് മനസ്സിലാകുന്നില്ല എങ്കിൽ ചുമ്മാ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ChatGPT ഉണ്ട്, ഗോർക്കുണ്ട്, പെർപ്ലക്സിറ്റി ഉണ്ട്. ഏതിലെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്, കൃത്യമായ ഉത്തരം കിട്ടും. അപ്പോൾ അറിയാം അതിൻ്റെ രാഷ്ട്രീയം, അത് കൊണ്ടുവന്നത് ആരെന്നും അതുകൊണ്ട് ഈ രാജ്യത്തിനുണ്ടായ നാശം എന്തായിരുന്നുവെന്നും അതാണ് കോൺഗ്രസിൻ്റെ അടിവേരിളക്കിയതെന്നും കൃത്യമായി മനസ്സിലാകും. അനിൽ ബോസിൻ്റെ പെർഫോമൻസ് കണ്ട് KT കുഞ്ഞിക്കണ്ണനെ പുച്ഛിച്ച സ്മൃതിക്കും നിയോ ലിബറൽ നയങ്ങളൊക്കെ ഒന്ന് പഠിക്കാവുന്നതാണ്. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.